പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ആഹാ ലേണിംഗ്, അതായത് കോഹ്ലറുടെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സൈക്കോളജിസ്റ്റ് ആയിട്ടുള്ള കോഹ്ലറുടെ ഒരു പ്രധാനപ്പെട്ട ഒരു കോൺട്രിബ്യൂഷനാണ് ആഹാ ലേണിംഗ്. നിങ്ങൾക്കറിയാം ചിമ്പാൻസിയിലുള്ള പരീക്ഷണമൊക്കെ. പക്ഷേ ഇവിടെ ആഹാ എന്ന് പറയുന്നത് ആസിഫും ഹാരിസുമാണ്. നമ്മളിവിടെ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ വിശ്വവിഖ്യാതമായിട്ടുള്ള ക്ലാസിക്കുകളെ നിങ്ങളുടെ മുന്നിലേക്ക് പരിചയപ്പെടുത്താണ്. ഇന്ന് 1001 രാത്രികൾ അല്ലെങ്കിൽ 1001 രാവുകൾ എന്ന് പറയുന്ന ഈ പുസ്തകത്തെക്കുറിച്ചുള്ള ചില ആസ്വാദനങ്ങളിലേക്കാണ് നമ്മൾ കടന്നു പോകുന്നത്. ഷഹരിയാറും ഷഹസാദും തമ്മിലുള്ള സംസാരങ്ങളെക്കുറിച്ച് വളരെയധികം നിങ്ങൾക്കറിയാം. ഒരുപാട് അലിഫ് ലൈല വലൈല, അതുപോലെ തന്നെ സിന്ദ്ബാദിൻ്റെ ഗഹനമായ യാത്രകൾ, വളരെ അഡ്വഞ്ചറസ് ആയിട്ടുള്ള യാത്രകൾ, അതുപോലെ തന്നെ അലിബാബയും 41 കള്ളന്മാരും, അതുപോലെ തന്നെ മറ്റ് അലാവുദ്ദീൻ്റെ അത്ഭുത വിളക്ക്, ഇതുപോലെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഇതിലുണ്ട്. അപ്പോൾ ഇതിനെക്കുറിച്ച് ആസിഫ് എന്ന് പറയുന്നു. ആസിഫിലേക്ക് എന്താണ് ആസിഫ്? 1001 രാത്രികൾ. രാത്രിയുടെ വിശുദ്ധിയിൽ സത്യം അമ്മയെപ്പോലെ എൻ്റെ കിടക്കക്കരികിൽ വന്നിട്ട് ചോദിച്ചു, നിനക്ക് ഏതു രാജധാനിയാണ് ഇഷ്ടം? നിന്നെ ഞാൻ അങ്ങോട്ട് കൊണ്ടുപോകാമെന്ന്. ഞാൻ പറഞ്ഞു, കഥയുടെ രാജധാനി 1001 രാത്രികൾ. വിശ്വവിഖ്യാതമായ 1001 രാത്രികൾ എന്ന ഈ പുസ്തകത്തെക്കുറിച്ച് ഖലീൽ ജിബ്രാൻ പറഞ്ഞ വാക്കുകളാണിത്. സത്യത്തിൽ ലോക സാഹിത്യത്തിൽ തന്നെ ഏറ്റവും പ്രചാരമുള്ള ഒരു കഥാപരമ്പരയാണിത്. ലോകത്തിൽ ഏറ്റവും അധികം വായിക്കപ്പെട്ടിട്ടുള്ള പുസ്തകങ്ങളിൽ ഒന്ന്. കുട്ടികൾ തീർച്ചയായും വായിച്ചിരിക്കേണ്ട ഒരു പുസ്തകമാണ് 1001 രാത്രികൾ എന്ന ഈ പുസ്തകം. അതുപോലെ തന്നെ അറബി ഭാഷയിൽ ആണ് യഥാർത്ഥത്തിൽ ഈ പുസ്തകം രചിക്കപ്പെട്ടത് എങ്കിലും ഒട്ടേറെ ഭാഷയിലേക്ക് വിവർത്തനം ചെയ്യപ്പെട്ട ഒരു പുസ്തകം കൂടിയാണ് 1001 രാത്രികൾ. ചരിത്രകഥകൾ, പ്രേതകഥകൾ, ഹാസ്യകഥകൾ, ജിന്നുകളുടെ കഥകൾ തുടങ്ങി കാൽപ്പനികത കോർത്തിണങ്ങിയ മനോഹരമായിട്ടുള്ള കഥകളാണ് ഇതിൽ മുഴുവൻ നിറയുന്നത്. നേരത്തെ ഹാരിസ് സർ പറഞ്ഞതുപോലെ ലോകപ്രസിദ്ധമായ അലാവുദ്ദീനും അത്ഭുത വിളക്കും, ആലിബാബയും 40 കള്ളന്മാരും, വിറക് വെട്ടിയുടെ മഹാഭാഗ്യം തുടങ്ങിയ കഥകളെല്ലാം ഈ പുസ്തകത്തിൽ നിന്നും എടുത്തിട്ടുള്ളതാണ്. അലിഫ് ലൈല വലൈല, 1000 രാത്രികളും പിന്നെ ഒരു രാത്രിയും എന്നാണ് അറബി ഭാഷയിൽ ഈ പുസ്തകത്തിൻ്റെ യഥാർത്ഥ പേര്. സ്വന്തം രാജ്ഞിയാൽ വിശ്വാസവഞ്ചന നേരിടേണ്ടി വന്ന ഷഹരിയാർ രാജാവിലൂടെയാണ് ഇതിലെ കഥകൾ തുടരുന്നത്. വഞ്ചന കാണിച്ച രാജ്ഞിയെ കൊന്നിട്ടും ശേഷം രോഷം തീരാത്ത രാജാവ് ദിനംപ്രതി ഓരോ കന്യകയെ വിവാഹം ചെയ്യുകയും ആദ്യ രാത്രിയുടെ അന്ത്യത്തിൽ എന്ന് പറയാം, ആദ്യ രാത്രിയുടെ അന്ത്യത്തിൽ അവരെ വധിക്കുകയും ചെയ്യുമായിരുന്നു. ഒടുവിൽ ആ നാട്ടിലെ അവസാന കന്യകയായി മന്ത്രിപുത്രി അവശേഷിച്ചു. ഷെഹറാസാദ് എന്നാണ് നമുക്കെല്ലാം അറിയുന്ന പേര് എന്നപോലെ അവളുടെ പേര് മന്ത്രിപുത്രിയുടെ. വളരെ ബുദ്ധിശാലിയായിരുന്നു ഷെഹറാസാദ്. ഷെഹറാസാദ് ഒരു ദിവസത്തേക്ക് രാജാവിൻ്റെ പത്നിയായി. എന്നാൽ പ്രാണൻ രക്ഷിക്കാനായി ഷെഹറാസാദ് കഥകൾ പറഞ്ഞ് രാജാവിൻ്റെ ഉറക്കം കെടുത്തുകയാണ്. കഥകൾ നിരന്തരം ഓരോ ദിവസവും പറഞ്ഞ് രാജാവിൻ്റെ ഉറക്കം കെടുത്തിക്കൊണ്ടേയിരുന്നു. അങ്ങനെ രാജാവിൻ്റെ മനസ്സിൽ ജിജ്ഞാസയുടെ വിത്തുകൾ പാകുന്ന ഒരു സൈക്കോളജിക്കൽ രീതിയാണ് ഷെഹറാസാദ് ഇവിടെ പ്രയോഗിച്ചത് എന്ന് വേണമെങ്കിൽ പറയാം. ഒന്നിനു പിറകെ ഒന്നായി 1001 രാവുകളും ഷെഹറാസാദ് കഥ പറഞ്ഞ് രാജാവിൻ്റെ മനം കവർന്നുകൊണ്ടേയിരുന്നു. കൂടെ 1001 പെൺകുട്ടികളുടെ ജീവനും കൂടിയാണ് ഷെഹറാസാദ് രക്ഷിച്ചത്. ഒടുവിൽ രാജാവ് ഷെഹറാസാദിനെ കൊല്ലാതെ വിടുകയും വിവാഹം ചെയ്യുകയും ചെയ്ത ശുഭപര്യവസാനിയായി കഥ അവസാനിക്കുന്നു. വില്യം വേർഡ്സ് പറഞ്ഞതുപോലെ മനുഷ്യ മഹാദ്വീപുകളെ അനുഭവിച്ചറിയിക്കുന്ന കഥകളാണ് 1001 രാത്രികൾ എന്ന ഈ പുസ്തകത്തിൽ നിറയെ ഉള്ളത് എന്ന് നമുക്ക് വേണമെങ്കിൽ പറഞ്ഞു നോക്കാം. ഇതാണ് 1001 രാവുകളെ കുറിച്ച് നമുക്ക് ആസിഫ് പറഞ്ഞ പോലെ അതിജീവനത്തിന്റെ ഒരു സർഗാത്മകത അല്ല ഇതിനുണ്ട്. അതിജീവനം ഒരു ദിവസം മാത്രം ജീവിക്കാൻ അർഹത പറഞ്ഞിരുന്ന രാജാവിനോട് 1001 ദിവസങ്ങൾ രാജാവിൻ്റെ ആ ക്യൂരിയോസിറ്റി ഉണ്ട്. ആ ക്യൂരിയോസിറ്റി നിലനിർത്തിക്കൊണ്ട് ഇപ്പോൾ 1001 രാവുകളിലൂടെ കടന്നു പോകുമ്പോൾ നമുക്കറിയാം
അതിൽ മനുഷ്യർ മാത്രമല്ല മറ്റ് ജീവജാലങ്ങളുണ്ട്. പാമ്പുകൾ, തേളുകൾ, അതുപോലെ തന്നെ ഒട്ടകങ്ങൾ. മരുഭൂമിയിലാകുമ്പോൾ അവരുടെ ആ ഒരു തലമുണ്ടല്ലോ. അത് മാത്രമല്ല ഭൂതങ്ങളുണ്ട്, അതുപോലെ തന്നെ ജിന്നുകളുണ്ട്, അതുപോലെ തന്നെ മറ്റൊരു തലത്തിലേക്ക് നമ്മളെ കൂട്ടിക്കൊണ്ടുപോകും. ഇപ്പോൾ പ്രത്യേകിച്ച് നമുക്കറിയാം ഇന്നത്തെ കാലത്ത് ഈ വളരെ സൂപ്പർ ഹിറ്റ് ആയിട്ടുള്ള സിനിമകളൊക്കെ കോടിക്കണക്കിന് രൂപയാണ് ചിലവഴിക്കുന്നത്. അപ്പോൾ കോടിക്കണക്കിന് രൂപ ചിലവഴിച്ചുകൊണ്ട് ഇത്രയും ടെക്നോളജി അഡ്വാൻസ്മെൻറ്റ് നിലനിർത്തിക്കൊണ്ട് ഇത്രയും റിസോഴ്സസ് ഉപയോഗിച്ചുകൊണ്ട് ഒരു സിനിമാ നടൻ ഒരു നല്ല രീതിയിലുള്ള ഇത്രയും എമൗണ്ട് കൊടുത്തുകൊണ്ട് നല്ലൊരു ഡയറക്ടർ, ഛായാഗ്രാഹകൻ, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുള്ള ഒരു എലമെൻറ്റുകളുള്ള ഒരു വലിയൊരു ഫോഴ്സാണ് ഒരു സിനിമ എന്ന് പറയുന്നത്. ആ സ്ക്രീന് നമ്മൾ പിടിച്ചു വെക്കുന്നതിനേക്കാൾ ഒരു പുസ്തകം നമ്മൾ പിടിച്ചു വെക്കുന്നു. അവിടെ നമ്മളൊരു ക്യൂരിയോസിറ്റി, അത് നമ്മൾ വായിക്കുമ്പോൾ പെട്ടെന്ന് ആ ഒരു സ്ത്രീ പെട്ടെന്നൊരു എന്താ പറയുക മാനായി മാറി. പിന്നെ ആ മാനിനെ അവിടെ കെട്ടിയിട്ടിട്ട് മാനിനെ കുറിച്ചുള്ള കഥകൾ, പെട്ടെന്നൊരു ഭൂതം, അതൊക്കെ നമ്മളെ ഇമാജിനറി തലം ഉണ്ടല്ലോ അതിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്ന വല്ലാത്തൊരു തലം ഈ എഴുത്തുകാരുടെ. പിന്നെ പ്രത്യേകിച്ച് ഇത് ഒരുപാട് നാടോടി കഥകളുടെ ഒരു സംഗ്രഹമാണെന്ന് പറയുന്നത്. ഇതിന് ഇപ്പോൾ സദാശിവൻ സാറ് ഇതിലേക്ക് മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും ഇതിൻ്റെ കൃത്യമായിട്ടുള്ള ഓഥർ ആരാന്നുള്ളത് പലപ്പോഴും കൺഫ്യൂഷൻ ഉണ്ട്. കാരണം ഒരുപാട് കാലത്ത് മിഡിൽ ഈസ്റ്റ്, അതായത് പശ്ചിമേഷ്യൻ രാജ്യങ്ങളിലും അതുപോലെ സൗത്ത് ഏഷ്യൻ രാജ്യങ്ങളിലും ഉണ്ടായിരുന്ന ഒരുപാട് കഥകൾ, ആളുകൾ വാമൊഴിയായിട്ട് പറഞ്ഞു പരത്തിയ കഥകൾ, അതിൻ്റെ ഒരു ക്രോഡീകരണമായിട്ടാണ് 1001 രാവുകൾ എന്ന് പറയുന്നത്. 1001 രാവുകൾ നമ്മുടെ കുട്ടിക്കാലത്തൊക്കെ സിന്ധുബാദിൻ്റെ ഈ ഒരു വോയേജ് ഉണ്ടല്ലോ, കപ്പൽ യാത്രകൾ. ഈ കപ്പൽ യാത്രകൾ പോകുമ്പോൾ ഒരു ദ്വീപിൻ്റെ കഥ പറയുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ ആ ഒരു ഇമാജിനേഷൻ, ആ ഭാവന ലോകം, അതായത് തിമിംഗലങ്ങളുടെ ലോകം, തിമിംഗലങ്ങളുടെ ലോകത്ത് നിന്ന് അദ്ദേഹം എങ്ങനെയാണ് രക്ഷപ്പെടുന്നത്. പിന്നെ വലിയ വലിയ പക്ഷികളുടെ ലോകം, ഈ പക്ഷികളുടെ ലോകം സിന്ധുബാദിൻ്റെ ഇമാജിനേഷൻ എന്ന് പറയുന്നത്. സിന്ധുബാദ് ഒരിക്കൽ ഈ ഒരു വലിയ പക്ഷികളുടെ ഈ പക്ഷികൾ താഴോട്ട് കൂപ്പ് കുത്തിയിട്ട് വലിയ വലിയ സർപ്പങ്ങളുടെ ഏരിയയിലേക്ക് പോകും. അവിടുന്ന് തിരിച്ചു വരുമ്പോൾ വലിയ രത്നങ്ങൾ ഉണ്ടാവുന്നതാണ്. ഈ രത്നങ്ങൾ എങ്ങനെയാണ് കിട്ടാൻ വേണ്ടി ആളുകൾ വലിയ വലിയ പീസുകളുണ്ടല്ലോ, ഇറച്ചികൾ, മാംസ കഷ്ണങ്ങൾ ഈ പക്ഷിയുടെ കാലിലൊക്കെ കെട്ടി വെച്ചിട്ട് കൊണ്ടുപോകും. അപ്പോൾ താഴോട്ട് പോയിട്ട് തിരിച്ചു വരുമ്പോൾ അതിൽ രത്നങ്ങളുണ്ടാകും. അങ്ങനെ ഒരിക്കൽ ഈ സിന്ധുബാദ് ഇതിൻ്റെ താഴെ കുഴിഞ്ഞു കിടക്കുകയാണ്. ആ സമയത്ത് വലിയൊരു മാംസത്തിൻ്റെ കഷ്ണം അദ്ദേഹത്തിൻ്റെ കാലിൽ കെട്ടിയിട്ട് അദ്ദേഹം പക്ഷിയെ വെയിറ്റ് ചെയ്യണം. അങ്ങനെയാണ് അദ്ദേഹം അതിന് രക്ഷപ്പെടുന്നത്. എങ്ങനെയാണ് ഒരു പ്രോബ്ലം സോൾവിങ് സ്കില്ല്? ഇപ്പോൾ നമ്മൾ ആധുനിക ലോകത്ത് ഏറ്റവും കൂടുതൽ പറയപ്പെടുന്ന കാര്യമാണ് സോഫ്റ്റ് സ്കില്ലും അതുപോലെ തന്നെ ലൈഫ് സ്കില്ലും. പ്രോബ്ലം സോൾവിങ് സ്കില്ല്, ഡിസിഷൻ മേക്കിംഗ് സ്കില്ല്, കമ്മ്യൂണിക്കേഷൻ സ്കില്ല്, അതുപോലുള്ള സ്കില്ലുകൾ എല്ലാം തന്നെ ഇതിൽ കൃത്യമായി പറയുന്നത്. അതുകൊണ്ട് എഡ്യൂക്കേഷൻ, രണ്ടാമത്തെ ഒരു ആസ്പെക്ട് കൂടി പറഞ്ഞ് ഞാൻ സ്റ്റോപ്പ് ചെയ്യാം. ഷഹർസാദ് എന്ന് പറയുന്ന ആ ഒരു പെൺകുട്ടിയുടെ വായന, അതുപോലെ തന്നെ വിദ്യാഭ്യാസം, അത് എത്രത്തോളം അദ്ദേഹത്തിൻ്റെ അവളുടെ ജീവിതത്തിൽ വിലമതിക്കാനാവാത്ത ഒരു ധനമായിരുന്നു എന്നുള്ളത് ഇത് കൃത്യമായി കാണിക്കുന്നു. അന്ന് രാത്രി ഒരു അബലയായ സ്ത്രീയാണെങ്കിൽ, ഒന്നും ചെയ്യാൻ പറ്റാത്ത സ്ത്രീയാണെങ്കിൽ അവൾ വന്ന് കൊല്ലപ്പെടുമായിരുന്നു. പക്ഷെ അന്ന് അവർ കൊല്ലപ്പെടാതെ രക്ഷപ്പെട്ടത് അവളുടെ ആർജിച്ചെടുത്ത വിദ്യാഭ്യാസത്തിനാണ്. ഒരു വിദ്യാഭ്യാസ അധ്യാപകൻ, ടീച്ചർ എഡ്യൂക്കേറ്റർ എന്നുള്ള നിലയിൽ എനിക്കത് വളരെയധികം ഹൈലൈറ്റ് ചെയ്യാൻ തോന്നുന്നു. ഞാനിവിടെ മറ്റൊരു കാര്യം കൂടി സൂചിപ്പിക്കുക, ഒരു സംശയമായിട്ട് ചോദിക്കുകയാണ്. സാർ പറഞ്ഞു ഒരു സാധാരണ പെൺകുട്ടിയുടെ ഒരു വിദ്യാഭ്യാസത്തിന്റെ ഒരു മേന്മയാണ് ഇത്തരത്തിലുള്ള ഒരു ബുദ്ധിയുടെ പിറകിലെന്ന് പറഞ്ഞു. പക്ഷെ ഞാൻ അതിന് ചിന്തിക്കുന്നത് ഒരു പക്ഷേ ആ പെൺകുട്ടിയുടെ ഷെഹ്റാസാദിന്റെ അച്ഛൻ അല്ലെങ്കിൽ ഉപ്പ ആ ഒരു മന്ത്രിയായിരുന്നല്ലോ. ആ ഒരു മന്ത്രിയുടെ തന്ത്രങ്ങൾ എന്ന് പറഞ്ഞ ഒരു ഇത് നമുക്കെല്ലാം അറിയാം. ഈ ഒരു മന്ത്രിയുടെ ബുദ്ധി തന്നെയാണോ അദ്ദേഹത്തിന്റെ മക്കൾക്കും കിട്ടിയത് എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. അല്ല, ഈ കോണ്ടെക്സ്റ്റൽ ഇൻ്റലിജൻസ് എന്ന് പറയുന്നത് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഇൻ്റലിജൻസിനെ കുറിച്ചുള്ള ഒരുപാട് പഠനങ്ങൾ നടക്കുന്നത്. ഇപ്പോൾ കോണ്ടെക്സ്റ്റൽ ഇൻ്റലിജൻസ് ആണ് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് നടക്കുന്നത്. അതുമാത്രമല്ല ഇതിൽ ഹെറിഡിറ്ററി ഫാക്ടറും അതുപോലെ തന്നെ എൻവയോൺമെൻറ്റൽ ഫാക്ടറും സൈക്കോളജിക്കലി ഡിസ്കസിങ് ആയിട്ടുള്ളൊരു ഏരിയയാണ്. അതായത് തീർച്ചയായിട്ടും അദ്ദേഹത്തിന് ആരുടെ മകളാണ്, ആ ജിനിയോളജിക്കലായിട്ടുള്ള ഒരു എഫക്റ്റ് അത് തീർച്ചയായിട്ടും ഉണ്ടാവും. പിന്നെ അവർ ആർജിച്ചെടുത്ത എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് അതും വളരെ ഇമ്പോർട്ടൻറ്റ്. കാരണം പിന്നെ ഒരു മന്ത്രിയുടെ പുത്രി ആയതുകൊണ്ടാണ് അവർക്ക് ഇത്ര വിദ്യാഭ്യാസ എക്സ്പോഷർ കിട്ടിയതെന്നല്ല, അങ്ങനെ നമുക്ക് പറയാം. പക്ഷെ ഇപ്പം നമുക്ക് പറയാൻ പറ്റുന്നത് പെൺകുട്ടികളായിരുന്നാലും ഇന്നത്തെ കാലത്ത് ഏറ്റവും കൂടുതൽ എക്സ്പോഷേഴ്സ് നമ്മൾ കൊടുക്കുക. അപ്പം ഇതുപോലെ ഇതിനേക്കാളും വലിയ അറേബ്യൻ രാത്രികളിലേക്കും ഒക്കെയാണ് കുട്ടികൾ കല്യാണം കഴിഞ്ഞ് പോകുന്നത്. എന്നിട്ട് അവർ രക്ഷപ്പെടാനെങ്കിൽ അവർക്ക് എഡ്യൂക്കേഷൻ മാത്രമാണ് അവരുടേത്.
അപ്പോൾ ഈ ഒരു ചർച്ച നമുക്ക് ഇവർക്ക് ഇതിനെപ്പറ്റി മനസ്സിലാക്കാൻ, ഇത് ഇത്രയും ബൃഹത്തായിട്ടുള്ള ഗഹനമായിട്ടുള്ള വളരെ വിശാലമായിട്ടുള്ള ഒരു ഗ്രന്ഥമാണ്. നമുക്കറിയാം ഇതിനെ അറൗണ്ട് 1379 പേജുണ്ട്. ഇതിനെക്കുറിച്ച് മുഴുവനായിട്ട് പറയാനും നമുക്ക് സമയം. എന്തായാലും ഒരുപാട് സംവാദങ്ങളും ചർച്ചകൾക്കും വേണ്ടി നമുക്ക് നമ്മുടെ മുന്നിലേക്ക് അയച്ചിടുന്ന ഒരു പുസ്തകം കൂടിയാണ് നമ്മൾ ഇന്ന് ചർച്ചയ്ക്ക് വേണ്ടിയിരിക്കുന്ന 1001 രാത്രികൾ. എന്തായാലും മറ്റൊരു പുസ്തകത്തിന്റെ മറ്റൊരു ചർച്ചാ അധ്യായവുമായി നമ്മൾ വീണ്ടും കണ്ടുമുട്ടുന്നതായിരിക്കും. അതുവരെ